என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். ஒரு கருப்போல காத்தீரே நன்றி, என்னை சிதையாமல் சுமந்தீரே நன்றி. ஒரு கருப்போல காத்தீரே நன்றி, என்னை சிதையாமல் சுமந்தீரே நன்றி. எபினேசரே எபினேசரே, இந்நாள் வரை சுமந்தவரே. எபினேசரே எபினேசரே, என் நினைவா இருப்பவரே. நன்றி நன்றி நன்றி, இதயத்தில் சுமந்தீரே நன்றி. நன்றி நன்றி நன்றி, ஒரு கருப்போல காத்தீரே நன்றி. நன்றி நன்றி நன்றி, இதயத்தில் சுமந்தீரே நன்றி. நன்றி நன்றி நன்றி, ஒரு கருப்போல காத்தீரே நன்றி. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 5:20 ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് ആ വചനം കേൾക്കുമ്പോൾ ഒരു ഭയമൊക്കെ തോന്നാറുണ്ട്. ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഠിനമായി അധ്വാനിച്ചവരാണ് ശാസ്ത്രിമാർ, പരീശന്മാർ ഒക്കെ. അവർ ലോകത്തിലുള്ളതൊന്നും കാണാതെ ഇരിക്കാൻ വേണ്ടി കണ്ണു അടച്ച് നടന്നവരൊക്കെയാണ് പലരും. എന്നിട്ട് യേശു പറയാണ്, നിങ്ങളുടെ നീതി അവരുടെ നീതിയേക്കാൾ കവിയണം. കവിഞ്ഞെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഞാൻ അവിടെ ആദ്യം തന്നെ പറയാം, ശാസ്ത്രിമാർക്കും പരീശന്മാരും അവർ കഠിനാധ്വാനികളായിരുന്നു, പരിശ്രമിക്കുന്നവരായിരുന്നു, അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്നവരായിരുന്നു. പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്തെ ആശ്രയിക്കുന്നവരും ആണ്. അടുത്തൊരു കാര്യം, അവർക്കില്ലാത്ത ഒന്ന് നമ്മുടെ അകത്തുണ്ട്. അത് ക്രൈസ്റ്റ് ഇൻ യു, ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു. 2, പരിശുദ്ധാത്മ നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ പറഞ്ഞു, അത് കവിഞ്ഞിരിക്കും. എനിക്ക് ഈ വചനം നിങ്ങൾക്ക് തരാൻ ഒരു ധൈര്യം തോന്നിയത്, ദൈവം പറയണ കവിയുന്നവരാകുകയും. ദൈവത്തിന് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കെല്ലാം നിങ്ങളായിരിക്കണ എല്ലാത്തിൻ്റെയും ടോപ്പിക്. അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടോ ദൈവത്തിൻ്റെ? ശാസ്ത്രിമാരുടെ ഒപ്പം നിങ്ങൾ ഇരിക്കില്ല കേട്ടോ, പരീശന്മാരുടെ ഒപ്പം നിങ്ങളായിരിക്കരുത്, ദൈവരാജ്യത്തിൽ അവരുടെ ഒപ്പം ഒന്നും നിങ്ങളായിരിക്കരുത്, അതിൻ്റെ മേളിലായിരിക്കും. ലോകത്തിൽ ജനിച്ചത് വെച്ച് ഏറ്റവും വലിയവൻ യോഹന്നാനാണ്. പക്ഷെ ദൈവം പറയാണ്, യേശു പറയാണ്, ആ പുള്ളിയുടെ ഒപ്പം അല്ല നിങ്ങൾ. ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനായിരിക്കും, നിങ്ങളെല്ലാറ്റിൻ്റെയും മേളിലായിരിക്കും. ഓ ഹല്ലേലൂയ. കുടുംബമേ, തലമുറയെ, എല്ലാറ്റിനും മേളിൽ നിങ്ങളെ കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കവിയണമെന്ന്. അത് കേൾക്കുമ്പോൾ പേടിക്കൊന്നും ചെയ്യരുത്, കവിയണം. എൻ്റെ കുഞ്ഞ് സ്കൂളിലെ ഏറ്റവും നല്ല കുഞ്ഞായിരിക്കും, ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കണം. അതൊരു പിതാവിൻ്റെ ആഗ്രഹമല്ലേ? ദൈവത്തിൻ്റെ ആഗ്രഹം. കാരണം ദൈവം നമ്മുടെ പിതാവാണ്. കവിയണം, നീതി കവിയണം. ഈ കവിയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പം നീതി മാത്രമാണോ? ആമേൻ. നന്മയും കരുണയും പറയുമ്പോൾ ആയുഷ്കാലമൊക്കെയും നിന്റെ പുറകെ വരും. അതിൻ്റെ മുകളിലത്തെ വാക്ക് സ്തോത്രം, നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. ഹല്ലേലൂയ.
ആമേൻ, സ്തോത്രം. അപ്പം ഈ നിറഞ്ഞ് കവിയെന്ന് പറയുമ്പോഴത്തേന് നീതി കവിയണം, നിന്റെ പാനപാത്രം കവിയണം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നുള്ള ജീവജല നദി കിണർ പോലെ ഇരിക്കരുത്, കവിഞ്ഞൊഴുകണം. അതൊക്കെ ദൈവത്തിൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾ സകലത്തിനകത്തും അൺലിമിറ്റഡ് ആയിട്ട് ബ്ലസ്ഡ് ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് സ്പിരിച്വൽ ലൈഫിലും ഫിസിക്കൽ ലൈഫിലും ഫൈനാൻഷ്യലിയും എവറി ഏരിയ നിങ്ങൾ ഭയങ്കര അബണ്ടൻസിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കവിയണം. നിങ്ങൾക്കിന്ന് ഭയപ്പെടുത്തുന്ന ദൂതിനകത്തൂടെ ധൈര്യപ്പെടാൻ പറ്റുമോ? യെസ്. ആ ഭയപ്പെടുത്തുന്ന ദൂതിനകത്തുള്ള അപ്പൻ്റെ ഹൃദയം കണ്ടോ? നിങ്ങളുടെ ഒപ്പം ആരും കാണരുത്, എല്ലാത്തിനകത്തും നിങ്ങൾ ടോപ്പായിരിക്കണം. യെസ്. ഈ അപ്പൻ്റെ ഹൃദയം ആഗ്രഹം സാധിപ്പിക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ദേശത്ത്, കുടുംബത്തിൽ, സമൂഹത്തിൽ എല്ലാം നിങ്ങൾ എല്ലാറ്റിൻ്റെയും മുകളിലായിരിക്കട്ടെ. നമുക്ക് ഈ പിതാവിൻ്റെ ആഗ്രഹം നിവർത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയും. കർത്താവ്, അങ്ങയുടെ ഹിതം ഞങ്ങൾ നിറഞ്ഞു കവിയുന്നവരാകണമെന്നാണല്ലോ. പരിശുദ്ധാത്മ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ഞങ്ങൾ നിൽക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. യേശുവേ, ഹല്ലേലൂയ. കർത്താവെ, ഇനി വചനം ഈ കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. അവർ നിറഞ്ഞു കവിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവരുടെ പാനപാത്രം നിറഞ്ഞു കവിയട്ടെ, അവരുടെ ആനന്ദം നിറഞ്ഞു കവിയട്ടെ, അവരുടെ പ്രത്യാശ നിറഞ്ഞു കവിയട്ടെ. അവരിലെ പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദികൾ നിറഞ്ഞു കവിഞ്ഞ് അത് ഒഴുകട്ടെ, ദേശങ്ങളിലേക്ക് ഒഴുകട്ടെ, രാജ്യങ്ങളിലേക്ക് ഒഴുകട്ടെ. അവർ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു പാത്രമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ശൂന്യതകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വരണ്ടുപോയ അവസ്ഥകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കവിഞ്ഞൊഴുക്ക് യേശുവിൻ്റെ നാമത്തിലുള്ള ജീവിതത്തിൽ ഉണ്ടാവട്ടെ. സാമ്പത്തിക മേഖലയിൽ, ആത്മീയ മേഖലയിൽ, മാനസിക മേഖലയിൽ, ഭൗതിക തലങ്ങളിലെല്ലാം ഒരു കവിഞ്ഞൊഴുക്ക് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ബ്ലസ് ചെയ്യും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കൊടുക്കുന്നു. ഒരു ഓവർഫ്ലോ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒരു ഓവർഫ്ലോ, എല്ലായിടത്തും ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകട്ടെ. കർത്താവെ, സ്തോത്രം. ഒരു ആനന്ദത്തിൻ്റെ കവിഞ്ഞൊഴുക്ക്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വറ്റി വരണ്ടു പോയിടത്ത് ഒരു കവിഞ്ഞൊഴുക്ക് ഉണ്ടാകട്ടെ. കർത്താവെ, സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ കർത്താവെ ഒരു അത്ഭുതകരമായ അഭിവൃദ്ധിയെ കൽപ്പിക്കുന്നു. സ്പിരിച്വലായിട്ട്, ആത്മീയമായിട്ട്, ഭൗതികമായിട്ട് എല്ലായിടത്തും ഒരു കവിഞ്ഞൊഴുക്കിനെ കൽപ്പിക്കുന്നു. അപ്പ അത് ആഗ്രഹിക്കുന്നല്ലോ. അപ്പയുടെ ആഗ്രഹം എല്ലാത്തിൻ്റെ മുൻപിലായിരിക്കണം ഞങ്ങളെന്നാണ്. ആ അപ്പൻ്റെ ഹൃദയത്തിനായി സ്തോത്രം. അത് സംഭവിക്കട്ടെ. ആരോഗ്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ദൈവബന്ധത്തിലുമൊക്കെ ഇവർ മുൻപന്തിയിൽ നിൽക്കട്ടെ. ഇവരുടെ ശരീരങ്ങൾ ബലപ്പെട്ടിരിക്കട്ടെ, സൗഖ്യമായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക, ദൈവകൃപ അനുഭവിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.